നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ ശക്തമായിട്ട് എതിർക്കുന്ന ആളാണ് നടൻ പ്രകാശ് രാജ്. ഇപ്പോൾ ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി ശക്തമായിട്ട് തെരുവിൽ പ്രതിഷേധിച്ചുകൊണ്ട് മോദിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രകാശ് രാജ്. സത്യത്തിൽ ഫലസ്തീൻ ജനതയായാലും ഇസ്രായേൽ ജനതയായാലും കൊല്ലപ്പെടുന്നത് മനുഷ്യർ തന്നെയല്ലേ? മനുഷ്യത്വവും മതേതരത്വവുമാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന രണ്ട് ജനതയ്ക്കും വേണ്ടി ഒരേപോലെ പോരാടുകയല്ലേ ചെയ്യേണ്ടത്? അതല്ല, ഇദ്ദേഹത്തിന്റെ ഈ വിഷമം സത്യമാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായി മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്റെ സപ്പോർട്ടേഴ്സുമായി യുദ്ധഭൂമിയിൽ പോയി അവിടുത്തെ ജനതയ്ക്ക് വേണ്ട സഹായം ചെയ്ത് മാതൃകയാകുകയല്ലേ ചെയ്യേണ്ടത്? അതിനുവേണ്ട പണവും പവറും സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ട് താനും. അല്ലാതെ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മോദിയെ കുറ്റം പറഞ്ഞാൽ അവിടെയുള്ള പാവങ്ങൾക്ക് നീതി കിട്ടാനോ യുദ്ധം അവസാനിക്കാനോ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ആ പാവങ്ങൾ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ ഒരു പ്രതിഷേധത്തിന്റെ ഗുണം കിട്ടുക പ്രകാശ് രാജിന് മാത്രമായിരിക്കും. കാരണം ലക്ഷക്കണക്കിന് മോദി വിരോധികൾ ഇദ്ദേഹത്തെ നേതാവാക്കി തലയിലേറ്റിക്കൊണ്ട് നടക്കും. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാതെ, തല്ലുകൊള്ളാതെ, കയ്യിലെ കാശിറങ്ങാതെ വരും നാളുകളിൽ ഇദ്ദേഹത്തിന് കമൽഹാസനെ പോലെ ചുളുവിൽ ഒരു നോമിനേറ്റഡ് MP ആയിട്ട് മാറാം. നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. മറ്റു രാജ്യക്കാർക്ക് വേണ്ടി പല ആൾക്കാരും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പ്രതിഷേധം നടത്തുമ്പോൾ നമ്മുടെ ജനത തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടപ്പോൾ അന്യനാട്ടുകാരിൽ എത്ര പേർ നമുക്ക് വേണ്ടി അവരുടെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവരുടെ വൺ സൈഡ് കപട മതേതരത്വം പുറത്തു വരുന്നത്. മുൻകാലങ്ങളിൽ രാജ്യത്ത് തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും നമ്മുടെ ജനത കൊല്ലപ്പെട്ടപ്പോഴും നമ്മുടെ പട്ടാളക്കാരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തപ്പോഴും അവരുടെ ജീവനുകൾ എടുത്തപ്പോഴും ഇങ്ങനെയുള്ള പ്രകാശ് രാജുമാർ തെരുവിലിറങ്ങി നമ്മുടെ രാജ്യത്തിനു വേണ്ടിയോ നമ്മുടെ ജനതയ്ക്ക് വേണ്ടിയോ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല, പ്രതിഷേധിച്ചിട്ടില്ല. എന്തിന്? നമ്മുടെ പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ പോലും പാകിസ്ഥാനെതിരെയോ തീവ്രവാദികൾക്കെതിരെയോ ഒരക്ഷരം പോലും ഉരിയാടുകയോ ചെയ്യാത്ത ആളാണെന്ന് എല്ലാ ജനങ്ങളും മനസ്സിലാക്കുക.